അപ്പൊ പില്ലോക്കെ ആയിട്ട് ഞങ്ങൾ എങ്ങോട്ടാ, ഞങ്ങൾ നേരെ കണ്ണൂരേക്ക് പോവാണ്. കുറച്ച് നാളെ കണ്ണൂർ പോയിട്ട്. അപ്പൊ നമ്മള് പില്ലോ മാത്രമേ ഉള്ളു, ബെഡൊന്നും ഇല്ല ഈ പ്രാവശ്യം. കാരണം പപ്പയും മമ്മിയും നമ്മുടെ ഇവിടെ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട്. ഇനി വന്നിട്ട് നമുക്ക് ഈ ചെടിയുടെ ഒക്കെ തൂങ്ങിക്കിടക്കണൊക്കെ കുറച്ച് വെട്ടാണ്ട് കേട്ടാ. താഴേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണ്. ഇടക്ക് കുറച്ച് പൂക്കളും ഉണ്ട്. ആലക്കടച്ചാണ്. ഇനി ഇതൊക്കെയാണ് ഡൗട്ടുകള്. ഗ്യാസ് ഓഫ് ചെയ്തു, വാതിലടച്ചു, മോട്ടർ ഓഫ് ചെയ്തു. ഗൈസ്, അപ്പോ നമുക്കിനി കണ്ണൂരേക്കുള്ള യാത്രയും അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അങ്ങോട്ടുള്ള വീഡിയോസ് കാണാം. ഞാൻ ഭയങ്കര ആക്റ്റീവ് അല്ലെന്ന് എല്ലാരും പറയാനുണ്ട്. എന്താന്ന് അറിയില്ലായിരുന്നു. എനിക്ക് തോന്നേ ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ട്രിപ്പ് പോയായിരുന്നല്ലോ. കഴിഞ്ഞ വീഡിയോ നമ്മുടെ ട്രിപ്പ് പോയതായിരുന്നു. അപ്പൊ ട്രിപ്പ് പോയപ്പോ നമ്മൾ ഉഷാറായി. അതിന് മുന്നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിഫ്റ്റിങ്, വർക്ക്, എല്ലാ പ്രഷറും ടെൻഷനും എല്ലാം കൂടി ഒക്കെ ആയിട്ട് മൈൻഡൊക്കെ കുറച്ച് ഡൗൺ ആയിരുന്നു. ഇപ്പൊ ഉഷാറായിട്ടുണ്ട്. ഇല്ലേ? ഉഷാറായില്ലേ? നല്ല ആഴമുള്ള ഒരു പാറമടയായിട്ട് കാണുന്നത്. പിന്നെ ഒരു ക്യൂട്ട്, അതെ, കുരിശുപള്ളി. അപ്പൊ നമ്മള് നേരെ പോയിക്കൊണ്ടിരിക്കുവാണ്. നമുക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട് 2 റൂട്ടാണുള്ളത്. ഒന്ന് നമ്മുടെ തൃശ്ശൂര് പാലിയേക്കര ടോള് വഴി, പിന്നൊന്ന് നമ്മുടെ ഗുരുവായൂര് ചാവക്കാട് ആ റൂട്ടില്, ചാവക്കാട് പൊന്നാനി ആ റൂട്ട്. പിന്നെ നമുക്ക് മാപ്പ് കാണിച്ചു തന്നത് ഈ റൂട്ടാണ്, ചാവക്കാട് റൂട്ടാണ്. കാരണം ഈ വഴിക്ക് ഒരു 36 മിനിറ്റ് സ്ലോ ഉണ്ട്, ഫാസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വഴിയാണ് എടുത്തത്. ഞാൻ എപ്പോഴും ഇവിടെ നിന്ന് പോകുമ്പോൾ ഇങ്ങനെ മാപ്പ് ഇടോട്ടാ. കാരണം മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വഴിയും കുറച്ച് എനിക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. വളവും തിരിവുകളും എല്ലാം നമുക്ക് മാപ്പിൽ കാണാൻ പറ്റും. പിന്നെ ഏത് വഴിയിലാണ് ബ്ലോക്ക് ഉള്ളത്, ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ സജഷൻ വഴി എല്ലാം നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് മാപ്പ് വന്നത് കൊണ്ട് നമുക്കൊരു നല്ല യൂസ്ഫുള്ളാണ് മാപ്പ്. വേണ്ട ഇങ്ങനത്തെ വഴിയൊക്കെയാണ്. എങ്ങനെയുണ്ടോ ഇനി അവിടുത്തെ വഴിയൊക്കെ? ട്രാഫിക്കും ഇല്ല, ശാന്തമായ വഴി, നല്ല പുഴയോരം, ചെറിയ ചെറിയ പുഴയോരം, തോടിന്റെ വഴികള്, പാടങ്ങള്, ഇതൊക്കെ കണ്ടിങ്ങനെ നമുക്ക് പോവാ. കുറെയൊക്കെ പിന്നെ നല്ല രസമുള്ള വഴികളാണ് ഇതൊക്കെ. ഇങ്ങനെ എന്തേലും പറയണ്ടോ? അതുകൊണ്ട് നോക്കി ഫുഡ് കഴിക്കാൻ പോവാം. നമ്മളിവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തിട്ട്. ഇതിവിടെ ഒരു വീട്ടിലെ ഊണ്. ഈ കടയിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചത്. അടിപൊളി ഫുഡായിരുന്നു കേട്ടാ. അച്ചാർ എങ്ങനെ ഉണ്ടായി? അച്ചാർ അടിപൊളി, പയറ് അടിപൊളി. വിൽക്കാനില്ല. നമ്മുടെ 6 വരി പാതയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ കോഴിക്കോട് വരെ ഇങ്ങനെ നല്ല രസമായിട്ട് റോഡുകളൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങ് പോവാം. ഇത് നമ്മുടെ കാസർഗോഡ് വരെയൊക്കെ വന്നു കഴിയുമ്പോൾ കണ്ണൂരെത്താനൊക്കെ നമുക്ക് എത്ര നേരം കഴിഞ്ഞാൽ, പിന്നെ എറണാകുളത്ത് നമുക്കൊരു 4 മണിക്കൂറൊക്കെ മതിയാവും എന്ന് തോന്നണം ആകെ. ഇപ്പൊ തന്നെ നമുക്ക് രാത്രിയൊക്കെ ആണെങ്കിൽ 6-6.5 മണിക്കൂർ കൊണ്ടെത്താം. 4 മണിക്കൂറൊക്കെ ആവുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇങ്ങനെ കയറാണ്ട് എവിടെ നോക്കിയാണ് റെക്കോർഡിങ്. പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്, ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട് സ്പീഡ് ട്രാക്കിലോട്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അവൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ കോഴിക്കോടുന്ന് കുറ്റ്യാടി വഴിയാണ് കയറി പോണത്. അതാകുമ്പോഴത്തേക്കും കുറച്ച് നല്ല റോഡാണ്. കപ്പലിന്റെ കണ്ടപ്പോ വാങ്ങിക്കാൻ പോയതാണ്. നോക്കിയ മരുന്നിന്റെ കവറില്ലേ, ഇത് നോക്കിയേ. ആണാ, എനിക്ക് അങ്ങനെ മരുന്നിന്റെ കവർ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ പക്ഷെ എന്തൊക്കെയാണ് നമ്മള് ജീവിതം ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഓരോരോ കാണാത്ത പുതിയ കാഴ്ചകള്. കുറ്റ്യാടി എത്രയാണ്, അപ്പോഴേക്കും നല്ല ബ്ലോക്ക് കിട്ടി. അപ്പോഴേക്ക് നോക്കിയേ, അത് നല്ല മലകള്, താഴെ പുഴ, അടിപൊളി വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ആ ബ്ലോക്കിൽ കിടക്കണം. അപ്പതേ രാത്രിയായി, 9:24 നമ്മള് വീട്ടിലെത്തിയിട്ടില്ല. നമ്മള് ഓൾറെഡി നമ്മൾ ഇരുട്ടി എത്തിയായിരുന്നു. അപ്പോ കൊച്ചിന്റെ മമ്മിയുടെ ചേച്ചി
അനിയത്തി സോറി മേഴ്സാൻഡിന്റെ വീട്ടിലേക്ക് നമ്മള് പോവാ. അതെ, വെറുതെ മേഴ്സാൻഡി എന്ന് പറഞ്ഞാൽ ആരുടെ വീട്ടിലാ പോണെന്ന് അറിയാത്തവർക്ക് അറിയില്ലല്ലോ. മമ്മിയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോവാണ്. മമ്മിയുടെ അനിയത്തിയുടെ മോള് ജർമ്മനിക്ക് പോവാണ്. അപ്പൊ അവള് നാളെ വെളുപ്പിന് പോവും. നാളെ വെളുപ്പിന് അവള് ബാംഗ്ലൂർക്ക് പോകും. നമുക്ക് അവിടുന്ന് വൈകുന്നേരം ബാംഗ്ലൂരിൽ ഫ്ലൈറ്റ്. അപ്പൊ ജസ്റ്റ് നമ്മൾ ഇന്ന് കാണാൻ പോവാന്ന് വിചാരിച്ചു. കാരണം പിന്നെ കുറെ നാളെ കണ്ടിട്ട് അവളെ. അപ്പൊ ഇന്നിപ്പോ വന്ന് കണ്ടില്ലേ, പിന്നെ അവള് ജർമ്മനിയിൽ നിന്ന് വരുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ മമ്മിയും പപ്പയൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങള് അവരുടെ അടുത്തേക്ക് പോകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തി. ആരും കണ്ടിട്ടില്ല ഞാൻ വീഡിയോ എടുക്കണേ. ഹായ് 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 ഹായ്. ആരും കണ്ടില്ല ഞാൻ വീഡിയോ എടുക്കണത്. പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് എല്ലാരും മുങ്ങി. അപ്പൊ ഇതാണ് മേഴ്സാൻഡിയുടെ വീട്. ഓക്കെ, നിറച്ച് ചെടിയൊക്കെ ആയിട്ട്. ഓക്കെ, കണ്ട എന്തുണ്ട് വിശേഷം? ഉണ്ടാ, ഇതാണ് മമ്മിയുടെ അനിയത്തി. എന്തുണ്ട് മമ്മി വിശേഷം? സുഖമായിട്ട് പോകുന്നു. മമ്മിയുടെ ഫേസ്ബുക്ക് എങ്ങനെ? മമ്മിയൊക്കെ ലക്ഷങ്ങള് വ്യൂവേഴ്സ് കയറിയേട്ടാ. രണ്ടാ, ഞാൻ വന്നപ്പോഴത്തേക്കും പറയണായിരുന്നു എൻ്റെ വീട് നിറച്ച് ചെടികളായി. നല്ല ഭംഗിയുണ്ട്. ഇതണ്ട ചെത്തി നിറഞ്ഞിരിക്കണ്ട്. പിന്നെ ഇവിടെ ഒരു പൂവുണ്ട്. ഇത് ഭയങ്കര ഭംഗിയായിട്ട് ഈ സൈഡ്. ഓ, ഇത് അടിപൊളിയായി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഈ ചെടിയുടെ പേരെന്താ? ഇത് കൊറേ നാളായി. എത്ര നാളായി ഇത്? അപ്പൊ ഇത് ആന്റിയുടെ വീട് ഇതാണ്. ഇവിടെയൊക്കെ ലൈറ്റൊക്കെ ഇട്ട് ഇപ്പൊ നമുക്ക് ചെടി കുറച്ചും കൂടി അടിപൊളിയായിട്ട് കാണാം. കണ്ടോ, നോക്കിയേ. ഈ പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടാ. ഇത് ഭയങ്കര രസമാണ് ഇങ്ങനെ നിക്കണ കാണാനായിട്ട്. പ്രത്യേകിച്ച് തണുപ്പുള്ള സ്ഥലത്തൊക്കെയാണ് കാണുന്നത്. ദേടാ മോനെ, ലൈറ്റൊക്കെ വന്ന്. വാവ്, വന്നടാ മോനെ. ഇത് കണ്ടോ, മുകളിൽ നിറച്ച് ചെടിയൊക്കെ വെച്ചേക്ക്. നോക്കി എങ്ങനെ പോണ് കപ്പ കൃഷിയൊക്കെ? ഇട്ട് ഞാൻ കാണിച്ചു കൊടുത്തു. അതെ, അപ്പൊ ഞങ്ങള് അവിടെ നിന്ന് ഞങ്ങൾ ഇവിടെ എത്തി. നല്ലൊരു അടിപൊളി യാത്രയായിരുന്നു. മമ്മിയുടെ ഫേസ്ബുക്ക് ചാനലൊക്കെ അടിപൊളിയായി. അറിയാൻ പാടില്ലാത്തവരൊക്കെ ആൻസി ജോസ് വിളിക്കലെന്നും പറഞ്ഞ് കയറി നോക്കിക്കഴിഞ്ഞാൽ മമ്മിയുടെ പല പല ഫുഡ് ഡിഷസ് ഉണ്ടാക്കിയതും ചെടികള് പിന്നെ എന്തൊക്കെയാ മമ്മി നമ്മുടെ കണ്ടന്റ്സ് പറഞ്ഞു കൊടുക്ക്. യാത്രകള്, അതെ, എല്ലാം ഉണ്ട്. ഗാർഡനുമാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടമെന്നാണ് ഫേസ്ബുക്ക് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ അതാ ചെയ്യുന്നേ. അടിപൊളി അടിപൊളി. എടി എന്തായി? എന്താണ് പറയാനുള്ളത്? ആ പെട്ടിയായിരുന്നല്ലായിരുന്നു നിറച്ച് ചെടിയാണല്ലോ. സ്റ്റെപ്പിലൊക്കെ നിറച്ച് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് ആന്റി. ആ, അടിപൊളി. കേട്ടാ ആന്റി പറഞ്ഞേ? എന്താ ഒന്നും കൂടി പറഞ്ഞു കൊടുത്തേ. റിസോർട്ട് വേണമെങ്കിൽ ഇരുട്ടി വരുന്ന 2000 rupees പെർ നൈറ്റ്. അതെ, അത് ശരിയാട്ടോ. അതിനെ പറ്റി പറയാൻ മറന്നുപോയി. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കർണാടക മലകളും അതും ഇതൊക്കെ ആയിട്ടുള്ള വ്യൂ ആണ്. നമുക്ക് രാത്രി കാണാൻ പറ്റില്ലല്ലോ നമുക്ക്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ നിറച്ച് ചെടി വെച്ചേക്കാണ്. അവിടെ ഇല്ലേ എന്റെ അപ്പുറത്ത്, അവിടെ ഫുള്ള് വ്യൂ ആണ്. പിന്നെ അവിടെ ഒരു പുഴയുണ്ട്, നമുക്ക് കുളിക്കാനൊക്കെ പറ്റും. ആ, ഇവിടേക്ക് ഇരുന്ന് ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കാം. ആഹാ, അടിപൊളി വൈബ്. അതെ, ഓൺ പ്രോസസ്സിംഗ് ആണ് പരിപാടികൾ. ഇനി ഹാൻഡ് റെയിലും കാര്യങ്ങളൊക്കെ വരാനുണ്ടല്ലേ. ഇത് ഈ സ്ഥലം നല്ല രസമുണ്ടല്ലോ കാണാൻ. ഇനി കർട്ടനൊക്കെ ഇട്ടേക്കണത്. പിന്നെ വേറൊരു കാര്യം, രാവിലെയൊക്കെ നല്ല കോടയായിരിക്കും. അതെ, ഞങ്ങളെ മനസ്സിലാവോന്നറിയില്ല. എന്തുണ്ട് വിശേഷം? ഇവളുടെ വീഡിയോ എടുക്കണ എല്ലാരും നോക്കിക്കോ. അപ്പൊ നമുക്കുള്ള ഫുഡ് സെറ്റ് ആയിട്ടുണ്ട്. മമ്മിയാണ് അച്ചാർ ഉണ്ടാക്കിയത്. ഞാൻ ഉണ്ടാക്കിയ അച്ചാറായിരിക്കുന്നു.
അമ്പലങ്ങ കേട്ടോ, അമ്പലങ്ങ. ഇതെല്ലാം എന്റെ അനിയത്തി ഉണ്ടാക്കട്ടെ. മേശാന്റി താങ്ക് യു. ലവി വാ, അവൻ പോണില്ല, ഇങ്ങ വാ. അവനെ സ്കൂട്ടറിൽ കയറാൻ പോയി കയറിയ ലവി. ഇവന്റെ വീഡിയോ എടുത്തിട്ടേ വോയിസ് ഓവർ ചെയ്യണം. ഇവൻ പറയുന്നത് അച്ചടാ. ഒരു പേടിയില്ല, ഇങ്ങനെ ഇരുന്നോളൂ. എന്നിട്ട് ഇങ്ങനെ എത്തി നോക്കി ബസ്സൊക്കെ വരുമ്പോ ഉണ്ടല്ലോ, അതല്ല ഇവനിപ്പോ വണ്ടികൾ പോകുന്നത്, വണ്ടി കേറുന്നത്, ആ മുന്നിൽ കേറുന്നത്, അതൊക്കെ ഇവനറിയാം. അതൊക്കെ ഇവന് മനസ്സിലാവും. വലിയ വണ്ടി വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാറി നിൽക്കും, ഇങ്ങനെ കാര്യമായിട്ട് നോക്കും. ഇങ്ങനെ പുറകിൽ വണ്ടി വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ നോക്കും. ലൈറ്റൊക്കെ കാണുമ്പോ ഇറങ്ങാനല്ലട്ടാ. എല്ലാരോടും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയോ? സബ്സ്ക്രൈബ് ചെയ്യണം.